Girls with their nails done. Girls with their nails done. Girls with their nails done. ശരീരം നോക്കിയിട്ടല്ല നമ്മുടെ മഹത്വം, ആന്തരികമായ വെളിച്ചമാണ്. ആ ആന്തരികമായ വെളിച്ചം നമുക്ക് തന്നാലും, ഇതാണ് ആദ്യം ഭാരതത്തിൽ പ്രാർത്ഥിച്ചത്. ഭാരതത്തിലെ പ്രാർത്ഥന ഹിന്ദു മതമൊന്നും അന്നില്ല, മതമെല്ലാം പിന്നെ ഉണ്ടായതാ. ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയാവോ? ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദീ തീരം വളർത്തിയ ഗന്ധർവഗായികേ പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. സൂര്യഗായത്രികൾ എന്താ സൂര്യഗായത്രി? ഓം ഭുവർഭുവസ്വഹ തത്സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതെല്ലാം മതക്കാർക്കും പാടാൻ പറ്റിയ മന്ത്രമാണ്. കാരണം അതിൽ ഒരു ദൈവവും ഇല്ല, ആകെ ദൈവം സൂര്യൻ. സൂര്യൻ പിന്നെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കല്ല ഒറ്റ സൂര്യനല്ലേ ഉള്ളൂ. ഹേ സൂര്യ, എന്റെ ആന്തരിക ധിയോ യോന പ്രചോദയായി, എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമായി നീ വന്നാലും എന്നാണ്. ഭുവർഭുവസ്വഹ, ഭൂമിക്ക് ഭുവസ്വം ഐശ്വര്യം കൊടുക്കുന്നവനെ. ആ സൂര്യന്റെ ഐശ്വര്യം കൊണ്ടല്ലേ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഭർഗോദേവസ്യ ധീമഹി, ഭർഗസ് ഊർജത്തിന്റെ പ്രവാഹമായിരിക്കുന്നവനെ നീ വന്നാലും. ആ ആന്തരികമായ വെളിച്ചം വളർത്തുമ്പോഴാണ് മനുഷ്യനുണ്ടാവുന്നത്. ആ മനസ്സ് കഴുകി വൃത്തിയാക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ്, ആ കടവാണ് ഗ്രന്ഥാലയം, വായനശാല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ കുട്ടികളുടെ കയ്യും പിടിച്ചിട്ട് ഉത്സവങ്ങളിൽ നാലമ്പല യാത്ര, ഗുരുവായൂർ യാത്ര, ശബരിമല യാത്ര പോകാറുണ്ട്. ഉറൂസിന് പോകാറുണ്ട്, ഉത്സവത്തിന് പോകാറുണ്ട്, തെയ്യത്തിനും കളിയാട്ടത്തിനും പോകാറുണ്ട്, കല്യാണത്തിന് പോകാറുണ്ട്, ഗൃഹപ്രവേശത്തിന് പോകാറുണ്ട്. എന്നാൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുട്ടികളുടെ കയ്യും പിടിച്ചിട്ട് തീർത്ഥാടനത്തിന് വരണം വായനശാലയിൽ. മനസ്സിലായോ? ഒരു ദിവസമെങ്കിലും കുട്ടികളെയും കൂട്ടി ഒന്ന് അകത്ത് വന്നിരുന്ന് ആ പുസ്തകങ്ങളോടൊത്തൊന്ന് പെരുമാറി മനസ്സ് തീർത്ഥാടനം നടത്തുന്ന ഇടമാണ് ലൈബ്രറി. മനസ്സിലായോ? ഇത് പ്രകാശഗോപുരമാണ്. കാരണം മനുഷ്യൻ ത്രികാലജ്ഞാനിയാണ്. എന്താ ത്രികാലജ്ഞാനി? വലിയ സന്യാസിമാരെ പറ്റി പറയാ. സന്യാസിമാരല്ല, എല്ലാവരും ത്രികാലജ്ഞാനിയാണ്. എന്താ ഈ ത്രികാലം? ഭൂതം, വർത്തമാനം, ഭാവി. മൂന്ന് കാലത്തെ പറ്റിയും നമുക്ക് ചിന്തയുണ്ടല്ലോ. എവിടെ നിന്നോ വന്നു ഞാൻ എന്നും അറിയാം, എവിടേക്കോ പോണു ഞാൻ എന്നും അറിയാം. അല്ലേ? രണ്ടും നമുക്കൊരു ലക്ഷ്യബോധം ഇല്ലേ? നമ്മൾ പ്ലാനിങ് നടത്തൂലേ? നമ്മുടെ പൂർവ്വ പിതാമഹന്മാരെ നമുക്കറിയില്ലേ? സാമൂതിരിയെ പറ്റി അറിയില്ലേ? തളി ക്ഷേത്രത്തെ പറ്റി അറിയില്ലേ? വള്ളുവ കോനാതിരി അറിയില്ലേ? ചരിത്രം അറിയില്ലേ? MGS നാരായണനെ നമ്മൾ ബഹുമാനിച്ചില്ലേ? ഇപ്പോ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ ചരരാജാക്കന്മാരുടെ ചരിത്രത്തെ പറ്റി ഇത്രയും അഗാധമായി അന്വേഷിച്ച് അതിൻ്റെ കൃത്യമായി യഥാതഥമായി എഴുതി വെച്ച ഒരാൾ മറ്റൊരാളില്ല കേരളത്തിൽ, MGS നാരായണനെ പോലെ. കാരണം ചരിത്രം അറിയാം നമുക്ക്. ആ ചരിത്രം അറിയണം, കഴിഞ്ഞുപോയ കാലഘട്ടം അറിയണം, വരാനിരിക്കുന്നു അറിയണം, ഇപ്പോഴുള്ളതും അറിയണം. വർത്തമാനം ഇപ്പോൾ ഉള്ളു അറിയണ്ടേ? അതിനാ പത്രം വായിക്കുന്നത്. പത്രം വായിക്കുന്നത് ഇന്നത്തെ അറിയാൻ. ഇന്നലെ വരെയുള്ളതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അക്ഷരങ്ങളിലാണ്. അക്ഷരങ്ങളുടെ മഹത്വം എന്താണെന്നറിയും? മനുഷ്യ സംസ്കാരത്തിൽ അക്ഷരങ്ങൾ ചെലുത്തിയ സ്വാധീനം എപ്പോഴാ മനുഷ്യനുണ്ടായേ? മനുഷ്യരുടെ പൂർവികർ ഹോമോസോപ്പിയൻസ് എന്ന് പറയുന്നവർ, അവർക്ക് ഉടുതുണി ഉണ്ടായിരുന്നില്ല, കൃഷി ഉണ്ടായിരുന്നില്ല, വീടുണ്ടായിരുന്നില്ല, ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല, അവർക്ക് ഭാഷയുണ്ടായിരുന്നില്ല. അവർ മൃഗങ്ങളെ പോലെ രാവിലെ എണീറ്റ് എന്താ തിന്നാൻ കിട്ടുക എന്ന് പറഞ്ഞ് നടക്കും. മരത്തുമെന്ന് വീണ പൊറുക്കി തിന്നു, മരത്തുമ്മ കയറി കുലുക്കി പറിച്ചു തിന്നു.
മണ്ണ് കിളച്ച് കിഴങ്ങുണ്ടൊക്കെ അത് തിന്നും, മൃഗങ്ങളെ കൊന്നിട്ട് ഇറച്ചിയും തിന്നും, പച്ച ഇറച്ചി അങ്ങനെ തിന്നും, വയറ് നിറഞ്ഞ അവിടെ കിടക്കും. തിരിച്ചു പോവാൻ വീട് വേണ്ടേ? ആ സ്ഥലത്തോടൊരു മമത വേണമെങ്കിൽ ആടെ ഒന്നിക്ക് വീട് വേണമല്ലേ, ആടെ എന്ത് കൃഷി ചെയ്യണം? ഒന്നുമില്ലല്ലോ. ഏടിയാ എത്തുന്ന ആടെ കിടക്കും, പിറ്റേ നടക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഹോമോസോപ്പിയൻസ് കാട്ടാളന്മാര് നമുക്ക് വിളിക്കാം പച്ച മലയാളത്തിൽ. ഇതെപ്പോഴത്തെ കഥയാ? ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരൻ ജനിക്കും മുമ്പേ ഉള്ള കഥയാ. അന്ന് ആരും പ്രാർത്ഥിച്ചിരുന്നില്ല. അന്ന് ഭാഷയുണ്ടായിരുന്നില്ല. അറബി ഭാഷയും സംസ്കൃത ഭാഷയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ദൈവമേ അല്ലാഹു അക്ബർ എന്ന് പറയാൻ? ഒന്നുമില്ല. പക്ഷെ അന്ന് രണ്ട് ജാതി ഉണ്ടായിരുന്നു. ഏതാത്? നായരും നമ്പ്യാറൊന്നും അല്ല, ആണും പെണ്ണും. ഈ ആണും പെണ്ണും ഭക്ഷണം ശേഖരിച്ചു പോകുമ്പോൾ ഇടക്ക് പെണ്ണിന് പോകാനാവില്ല. എന്തുകൊണ്ടാ? കുഞ്ഞുണ്ണി മാഷ് ഒരു കവിത കേട്ടാൽ ഉത്തരം കിട്ടും. ആണിൻ്റെ അമ്മ പെണ്ണ്, പെണ്ണിൻ്റെ അമ്മയും പെണ്ണ്, ഇതെന്ത് നീതി ഇതെന്ത് ന്യായം, ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും പെണ്ണ. ഗർഭിണിയായിരിക്കുമ്പോൾ ഈ കെറുപ്പവും കൊണ്ട് മരത്തുമ്മപ്പാഞ്ഞും കയറാൻ പറ്റുമോ? മനസ്സിലായോ? കുഞ്ഞിനെയും കൊണ്ട് മൃഗങ്ങളുടെ പുറകെ ഓടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അവളെ ഗുഹക്കകത്തിരുത്തിയിട്ട് ബാക്കി കാട്ടാളന്മാര് ഭക്ഷണം ശേഖരിക്കാൻ പോയിട്ട് അവർക്ക് അവർക്ക് കിട്ടിയത് തിന്നതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് ഇവക്ക് കൊണ്ട് കൊടുക്കും. അവളത് ഗുഹക്കകത്തിരുന്ന് തിന്നിട്ട് അതിന്റെ കുരുവും തൊലിയൊക്കെ ഗുഹക്ക് പുറത്തേക്ക് വലിച്ചെറിയും. കാരണം അന്ന് ചവിട്ടുമ്പം തുറക്കുന്ന മൂടിയുള്ള പാത്രം ഇല്ലല്ലോ. ചവിട്ടുമ്പം തുറക്കുന്ന മൂടിയുള്ള വേസ്റ്റ് ഇടുന്ന സാധനമൊന്നും ഇല്ലല്ലോ, വലിച്ചെറിയും. അങ്ങനെ ഗുഹക്ക് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോ എന്ന് ഗുഹാമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ പുറത്ത് മഴ പെയ്തു. ആ മഴ പെയ്തിട്ട് ഇവൾ പുറത്തേക്ക് എറിഞ്ഞ വേസ്റ്റ് കുതിർന്നിട്ട് ആ കുരുവിൻ്റെ അകത്തുനിന്ന് KM മാണിയുടെ ചിഹ്നം പൊങ്ങി വന്നു. എന്താ അത്? രണ്ടില പൊങ്ങി വന്നു. അത് 4 ഇല 8 ഇലയായപ്പോൾ ആ ഇലയെ തന്നെ സൂക്ഷിച്ചു നോക്കുക. അന്ന് അവൾക്ക് വേറെ ഒരു പണിയില്ല. അടിച്ചു വാരണ്ട വീടില്ല, അലക്കണ്ട വസ്ത്രമില്ല, സീരിയൽ നോക്കണ്ട, വാട്സപ്പ് നോക്കണ്ട, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ട, ഒന്നും ഉണ്ട. 12 മണിക്കൂർ അന്നും പകലിനുണ്ട്. വെറുതെ ഇരിക്കല്ലേ. എന്തമ്മോ, വെറുതെ ഇരിക്കുന്നതിനെ പോലത്തെ ബോറടി വേറെയില്ല കേട്ടോ. വെറുതെ ഇരിക്കുന്നതിനെ പോലത്തെ ബോറടി വേറെയില്ല. ഞാനിങ്ങനെ ചോദിക്കുക, ചില ആളല്ലേ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്, എങ്ങനെയാ ഇവരിയ്ക്കുന്നപ്പം? നമ്മളെ സമയം വളരെ മൂല്യമുള്ളതല്ലേ. നമുക്ക് പരിമിതമാണ്. ഏറി വന്നാൽ 90, 95, 100, അതിലപ്പുറം പോവില്ല. ആ 100 കൊല്ലം ജീവിക്കുമ്പോൾ ആ 90 കൂട്ടാ അല്ലേ? 100 അത്യാർത്ഥി വേണ്ട, 90 കൂട്ടിയാൽ മതി. ഈ 90 കൊല്ലം ജീവിക്കുമ്പോൾ 30 കൊല്ലം ഉറങ്ങാൻ വേണോ? അറിയില്ലേ? കുറേശ്ശെ ഉറങ്ങും നമ്മൾ. പക്ഷേ മൊത്തം കൂട്ടിയാട്ടെ 8 മണിക്കൂർ ഡെയിലി ഉറങ്ങുമ്പോൾ 24ന്റെ 3-1 8. അപ്പൊ 90ന്റെ 3-1 30 കൊല്ലം ഉറക്കല്ലേ? നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നതുകൊണ്ടാ തിരിയാത്തത്. ഹോൾസെയിലായി കൂട്ട്. മനസ്സിലായോ? 30 കൊല്ലം നമ്മളറിയില്ല. നമുക്ക് ഉറങ്ങുമ്പോൾ നമ്മളറിയോ നമ്മളുള്ളത്? അടുത്ത് കിടക്കുന്ന ആളറിയും കൂർക്കം വലി കേട്ടിട്ട്. നമ്മളറിയില്ല. നമ്മളെ സ്വന്തം കൂർക്കം വലി കേട്ട ആരും കൊണ്ടോ? മൊബൈലിൽ പിടിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പം 30 കൊല്ലം നമുക്ക് ബോധമില്ല. കഴിച്ച 60 കൊല്ലേ നമുക്ക് ബോധമുള്ളൂ. മനസ്സിലായോ? ഈ 60 കൊല്ലത്തിൽ 10 കൊല്ലം ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കും. ശരീരത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി. ഭക്ഷണത്തിന് പറഞ്ഞാൽ തിന്നാൻ വാരി തിന്ന് സമയം കൂട്ടിയാൽ പോരാ. ഭക്ഷണം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കൈ കഴുകി ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ കൈ കഴുകാൻ പോയി നിൽക്കല് അല്ലേ? പല്ലിൻ്റെ ഉള്ളിൽ കുത്തലെല്ലാം കൂടി എത്ര സമയം എടുക്കും? ഒരു അരമണിക്കൂർ. ഒരു നേരത്തെ 5 മിനിറ്റ് തിന്നാൻ അരമണിക്കൂർ എടുക്കുമല്ലോ നമ്മൾ. അങ്ങനെ ഭക്ഷണത്തിന് 10 കൊല്ലം. ഇനി എത്രയാ ബാക്കിയുള്ളത്? 50 കൊല്ലം ബാക്കിയുള്ളത്. തിന്നാ പോരല്ലോ, ടോയ്ലറ്റിൽ പോണ്ടേ? ടോയ്ലറ്റിൽ എത്ര സമയം ഇരിക്കും എന്നറിയോ? ഒരാഴ്ചയിൽ 10 കൊല്ലം ടോയ്ലറ്റിലാണ്. തമാശ പറയല്ല. പോയി ഇരിക്കുന്ന സമയം കൂട്ടിയാൽ പോരാ. മൂത്രമൊഴിക്കാൻ പറഞ്ഞിട്ടിരിക്കുന്ന പോവും അങ്ങേ തലക്ക് പോയിട്ട് അല്ലെ തിരിച്ചു വരുന്ന തല കൂട്ടണ്ടേ? പണ്ടത്ര സമയമില്ല. നാടൻ കക്കൂസുള്ള വെച്ച് മുട്ടും മടക്കി ഇരിക്കുമ്പോൾ മുട്ട് കടച്ചിലെടുത്തിട്ട് വേഗം എണീറ്റ് പോകും. ഇപ്പൊ യൂറോപ്യൻ ക്ലോസറ്റ് വന്നതോടുകൂടി എത്ര നേരവും വേണം ആടെ ഇരിക്കാലോ അല്ലേ? സ്റ്റൂളുമേൽ ഇരിക്കും പോലെയല്ലേ? സ്റ്റൂളുമേൽ ഇരിക്കും പോലെയാ. ആടെ ഇരിക്കും. വരുമ്പോ വരട്ടെ, തിരക്കൊന്നുമില്ലല്ലോ. അതാണ് ആടെ ഇരിക്കൂ അല്ലേ? അതുകൊണ്ട് പിള്ളേർ മൊബൈൽ ഫോൺ എടുത്തിട്ടാണ് ഇപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അതും എടുത്തിട്ട് ആടെ കയറിയിട്ട് ആടുന്ന പലതും ഡൗൺലോഡിങ്. മേലയിൽ നിന്നും ഡൗൺലോഡിങ്, താഴെ നിന്നും ഡൗൺലോഡിങ്, രണ്ടും നടക്കൂ അല്ലേ? അതാണ്.
അവിടെ ഇരിക്കും. 10 കൊല്ലം അങ്ങനെയും പോയി. ഇനി 40 ബാക്കിയുള്ളൂ. 10 കൊല്ലം നമ്മളെ കുളിക്കണം, പല്ല് തേക്കണം, നമ്മളെ ശരീരത്തെ വൃത്തിയാക്കാൻ വേണ്ടേ, മേക്കപ്പ് ചെയ്യണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ട് തൊടണ്ടേ, അല്ലേ? ഇനി എത്രേ ബാക്കി? 30 ബാക്കിയുള്ളൂ, അല്ലേ? 10 കൊല്ലം സുഖമില്ലാണ്ട് കിടക്കും, അല്ലേ? അസുഖം വന്ന് കിടക്കൂലേ? ഇനി എത്രേ ബാക്കി? 20 കൊല്ലേ നമുക്ക് ഉള്ളൂ കയ്യിൽ. ഓർക്കണം, വെറുതെ ഇരിക്കരുത്, മനസ്സിലായോ? ആകെ 20 കൊല്ലം നമുക്ക് മനുഷ്യനാവാൻ ഉള്ള സമയം. 90 വയസ്സിൽ ജീവിക്കുന്ന ആക്കെ 70 പോകുന്ന ആക്ക് അത്രയൊന്നും കിട്ടൂല. അതാ. അപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ പുറത്ത് മഴ പെയ്തിട്ട് ഈ കുരുവിൻ്റെ അകത്തുനിന്ന് ഇല പുറത്ത് വന്നപ്പോ ആ ഇലയെ തന്നെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ആദ്യത്തെ ഐഡിയ ഉണ്ടായത്. എന്താ ഐഡിയ? ഏത് മരത്തുനിന്ന ഏത് വള്ളിയിൽ നിന്നാ ഈ കുരു പറിച്ചെടുത്തത്, പഴം പറിച്ചെടുത്തത്, അതേ മരത്തിന്റെ ഇലയാണ് ഈ കുരുവിൻ്റെ അകത്ത് പുറത്ത് വരുന്നത്. ആദ്യത്തെ കണ്ടുപിടുത്തം അതാണ്. കുരുവിൻ്റെ അകത്ത് മരമുണ്ട്, നട്ട മുളക്കോന്ന്. ഇത് വിത്താണ്, ഇത് വെറും കുരുവല്ല, ഇത് വിത്താണ്. ഇത് നട്ടാൽ ഭക്ഷണം ഉള്ളെടുത്ത് പോയി തിന്നണ്ട, നമ്മൾ ഉള്ളെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാം എന്നറിവാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ മനുഷ്യനാക്കിയത്. ഈ അറിവ് പറഞ്ഞു കൊടുക്കാൻ കുരു മരം എന്നുള്ള വാക്കൊന്നും ഇല്ലല്ലോ. എന്നിട്ടും ഇവള് വിളിച്ചു ഹേ. അപ്പൊ 4 മൂലക്കുന്ന് കാട്ടാളന്മാർ എന്താ ഓഹോ എന്ന് പറഞ്ഞ് ഓടി വന്നു. അങ്ങനെ ഓടി വന്ന് ഇവളിത് പറഞ്ഞു കൊടുക്കാൻ വാക്കുകളില്ല, അക്ഷരങ്ങളില്ല. ഇവളെന്തല്ലോ ആംഗ്യങ്ങളും എന്തെല്ലോ ശബ്ദങ്ങളും കാണിക്കുന്നു, എന്നിട്ട് തൊട്ട് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് അവരെല്ലാം കൂടി ഭാഷയുണ്ടാക്കിയത്. ഇത് നടണം എന്നുള്ള ആശയം പറയാനാ. അങ്ങനെയാണ് അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ എന്ന പാട്ടിലെ വരിയ. അവര് വിത്തിട്ടപ്പോഴാ മനുഷ്യനായത്. എന്തുകൊണ്ടാണെന്നറിയോ? അതുവരെ ഒരു സ്ഥിരവാസം ഇല്ലല്ലോ. വിത്തിട്ടപ്പോ ഇത് മുളക്കുവോ, മുളച്ചാൽ ഇത് പൂക്കുവോ, പൂത്താൽ ഇത് കായ്ക്കുവോ, കായ്ച്ചാൽ രുചി ഉണ്ടാവോ എന്നറിയാൻ അവൻ അവിടെ സ്ഥിരവാസാക്കി. സ്ഥിരവാസമാക്കിയപ്പോഴാണ് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂര വേണമെന്ന് തോന്നിയത്. മേൽക്കൂരയുണ്ടാക്കി. ആ മേൽക്കൂരക്കടിയിൽ മഴവെള്ളം ഒഴുകി വരാതിരിക്കാൻ വേണ്ടി കിടന്നിടത്ത് മണ്ണ് വാരിക്കൂട്ടി തറയാക്കി. ആ തറക്കുള്ളിലേക്ക് പക്ഷിമൃഗാദികൾ കടന്നു വരാതിരിക്കാൻ വേണ്ടി പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കി. അതാണ് ആദ്യത്തെ ദൈവം. ഭാരതത്തിലെ ആദ്യത്തെ ദൈവം ഇതാ. ആ ദൈവത്തിന്റെ പേരറിയാവോ? ശാല. വേദങ്ങളിലെ ഒരു പ്രാർത്ഥനയാണ്. ഹേ ശാലേ, ഞങ്ങളുടെ പശുക്കളെ ക്രൂരമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഹേ ശാലേ, ഞങ്ങളുടെ കൃഷിയെ കൊടും വരൾച്ചയിൽ നിന്നും അതിവർഷത്തിൽ നിന്നും രക്ഷിക്കണമേ. ശാല എന്നത് വേദത്തിലെ ഒരു ദൈവത്തിന്റെ പേരാ. ആ ശാല എന്ന വാക്കിൽ നിന്നാണ് പാണ്ഡികശാലയും യജ്ഞശാലയും നാടകശാലയും വായനശാലയും ഉണ്ടായത്. പിടികിട്ടിയോ? അതുകൊണ്ട് വായനശാല തന്നെ ഒരു ദൈവമാണ്. മനസ്സിലാക്കണം. അങ്ങനെ അവൻ നട്ടു, വീടുണ്ടാക്കി. ഏഹേ എന്ന അട്ടഹാസം അടുത്തിരുന്നപ്പോൾ മെല്ലെ പറയാൻ തുടങ്ങി. ശബ്ദം മാറി. അട്ടഹാസത്തിൽ നിന്ന് മെല്ലെ പറച്ചിലുണ്ടായി. പിന്നെ അതിനാണ് സംഗീതജ്ഞന്മാര് ഉദാത്തത്തിൽ നിന്ന് അനുദാത്തത്തിലേക്ക് ശബ്ദം താണു. ഉദാത്തം എന്ന് പറഞ്ഞാൽ നിഷാദം, അട്ടഹാസം. നിഷാദൻ കാട്ടാളൻ, നിഷാദം കാട്ടാളൻ്റെ ഒച്ച. നിങ്ങളെ കുട്ടികളെ രാവിലെ വിളിച്ചുണർത്തുന്നത് നിഷാദമാണോ? അവൻ്റെ സ്വഭാവം കാട്ടാളൻ്റെ സ്വഭാവമാവും. സ്കൂൾ ബസ് വരേണ്ട സമയമായി, ചെക്കൻ എണീറ്റില്ല, പൈപ്പ് അടുപ്പത്തൊന്നും ആയിട്ടില്ല. രാവിലെ തന്നെ കുട്ടികളെ വിളിക്കുന്ന നിഷാദമാണോ? അവൻ കാട്ടാളനാവും. അതേസമയം മനുഷ്യന്റെ ശബ്ദം മെല്ലെ പറയലാണ്. പാലാഴിത്തൂമങ്കി, അല്ലേ? ഒറ്റക്കമ്പീനാദം മാത്രം മൂളും വീണാഗാനം. അങ്ങനെ മെല്ലെ പറഞ്ഞു, ശബ്ദം മാറി. അങ്ങനെ ശബ്ദത്തിലൂടെ ആശയവിനിമയം ഉണ്ടായി, വാക്കുണ്ടായി. വാക്കെന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? വാ എന്ന് പറഞ്ഞാൽ വായ, വാ പൊളിക്കെന്ന് പറഞ്ഞാൽ വായ പൊളിക്കുന്നല്ലേ. കീന്ന് പറഞ്ഞാൽ തൊണ്ടയിലൊച്ച, തൊണ്ടയെന്നുള്ള ഒച്ച വായിലൂടെ പുറത്തു വരുന്നതിനാണ് വാക്ക് എന്ന് പറയാം. കിട്ടിയ വാക്ക്. പക്ഷെ വാക്കിന്റെ ഒരു പ്രശ്നം, പരിമിതി എന്താണെന്നറിയോ? വാക്കിന്റെ പരിമിതി ഉണ്ടാവുമ്പോൾ തന്നെ ഇല്ലാതാവും. ഇതിപ്പോ ഇവിടെ മൊബൈലിൽ പിടിക്കുന്നത്, ക്യാമറ പിടിക്കുന്നതുകൊണ്ട് അവിടെ നിൽക്കും.
അല്ല ഞാൻ പറഞ്ഞത് വീടിന്റെ അപ്പുറം കേൾക്കുവോ? ചേളന്നൂരിന്ന് പ്രസംഗിച്ചത് കോഴിക്കോട് കേൾക്കുവോ? 2024 മെയ് 6 പ്രസംഗിച്ചത് മെയ് 7 കേൾക്കുവോ? ഇല്ല. മെയ് 7 ഇന്നല്ലേ, 7 പ്രസംഗിച്ച 8 കേൾക്കൂല. വാക്കുകൾ ശബ്ദമായാൽ അത് ഉണ്ടാവുമ്പോൾ തന്നെ ഇല്ലാതാവും. അപ്പം നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളും വികാരങ്ങളും സൗന്ദര്യബോധവും അന്വേഷണങ്ങളും കണ്ടുപിടുത്തലങ്ങളും എല്ലാം അടുത്ത തലമുറയിലേക്കും ദൂരെയുള്ള ആളിലേക്കും എത്തിക്കാൻ എന്താ മാർഗം? അതിനെ പറ്റിയായി അന്വേഷണം. കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ ആശയം എത്തിക്കാൻ എന്താ മാർഗം? ആ മാർഗം അന്വേഷിച്ചിട്ട് ഇങ്ങനെ കാട്ടാളം നടക്കുമ്പോഴാണ് ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തത്. ആ തൂവലെടുത്തിട്ട് എന്തിനാവോ ഏതിനാവോ, ഈ വാക്കിങ്ങനെയൊന്നും അല്ല, പക്ഷെ മനസ്സിൽ ആശയം. വാക്കില്ലാതെ, വാക്കുണ്ടാകുന്നതിന് മുമ്പ് ആശയം ഉണ്ടാവില്ലേ? ഒരു കുട്ടി ജനിച്ച ഉടനെ കുട്ടിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു എന്നുള്ള വാക്കിലാണോ കുട്ടി വിശക്കുന്നത്? അല്ലല്ലോ. മനുഷ്യന് തൂറാമുട്ടുന്നു എന്നുള്ള വാക്കുണ്ടാകുന്നതിന് മുമ്പ് തൂറാമുട്ടിയിരുന്നില്ലേ? ഇല്ലേ? മുട്ടിയിരുന്നില്ലേ? വാക്കുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആശയമുണ്ടാവും. അതാ ഇതിന് പരാ എന്നാ പറയുക. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി, 4 ഘട്ടങ്ങളുണ്ട് വാക്ക്. പരാ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആശയം രൂപപ്പെടുന്നു, അത് പ്രകടിപ്പിക്കാൻ ഒരു മാർഗം കണ്ടെത്തുന്നു, ഒരു പശ്യന്തി, അല്ലേ? ഞാൻ അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കൈകൊണ്ട് ഇങ്ങനെയാക്കി അവരാ നിൽക്കുകയും ചെയ്തു, ഇരിക്കുകയും ചെയ്തു. ഇതൊരു പശ്യന്തിയാട്ടോ, ഇതൊരു മാർഗമാണ്. ആശയം പ്രകടിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട്, അത് കണ്ടെത്തിയല്ലോ. പരാ, പശ്യന്തി. 3ാമത്തത് മധ്യമ. എനിക്കും നിങ്ങളുടെ ഇടയിൽ ഞാനിപ്പോ ഉപയോഗിക്കുന്നത് വാക്കുകളാണ്, അല്ലേ? മധ്യമമാണ്. ചില ആൾ എഴുതും, ചില ആൾ കണ്ണിറുക്കി കാണിക്കും, ചില ആൾ കാലുകൊണ്ട് പ്രേമിച്ചൊരു കാലുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ അറിയാവോ? പെണ്ണുങ്ങൾ കാലുകൊണ്ട് പ്രേമിച്ചൊരു കാലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾ കാലോ കാണിച്ചിട്ട് പ്രേമിക്കും, അത് വേറെ കാര്യം. പണ്ട് കാലുകൊണ്ട് പ്രേമിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു 80 മുമ്പ്, 1980 മുമ്പ് പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. കൺമണി അതു കേട്ടു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വരച്ചു. നിലത്ത് വട്ടം വെച്ച് പ്രേമിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? അതൊരു മധ്യമമാണ്. പിന്നെ തൊണ്ടയെന്ന് ശബ്ദതരംഗങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ കർണപടത്തിൽ എത്തുന്നതിനെയാണ് വൈഖരി എന്ന് പറയുക, കേട്ടോ. അപ്പൊ പരാ, പശ്യന്തി, മധ്യമ, വൈഖരി. ഭാഷക്ക് 4 തട്ടുണ്ട്. നമ്മൾ ഈ പുറത്തുള്ള ഈ വൈഖരിയെ നമ്മൾ കേൾക്കുന്നുള്ളൂ, ഇതിന്റെ മുമ്പിൽ. അപ്പൊ തൂവല് വീണ് കിട്ടിയപ്പോ ഇതെന്തിനാണെന്ന ചോദ്യം വാക്കില്ലെങ്കിലും ഇവന്റെ മനസ്സിലുണ്ടായല്ലോ. അപ്പൊ പക്ഷി ചിറകടിച്ച് ചിലച്ചുകൊണ്ട് ഇവനോട് പറയുന്നതായി തോന്നി, നിന്റെ മനസ്സിലുള്ള ആശയങ്ങൾ എഴുതി വെക്കാനുള്ള തൂലികയാണത്. ഇത് മഷിയിൽ മുക്കി എഴുതിക്കോ. അതിന് മഷിയെവിടെ? അപ്പൊ അതാ കദളിച്ചെടി കാറ്റത്തിങ്ങനെ ഇലകളിങ്ങനെ കൈമാടി വിളിക്കുന്നു. ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞ പോലെ അതൊരു പശ്യന്തി. അടുത്തു ചെന്നപ്പോ കദളിച്ചെടി ദലമർമ്മരങ്ങളിലൂടെ പറയുന്നതായിട്ട് ഇവന് തോന്നുകയാണ്, എൻ്റെ കറുത്ത കായകൾ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ മുക്കി എഴുതിക്കോ. മഷി കിട്ടി. അടുത്തത് എഴുതാൻ കടലാസ് വേണ്ടേ? എന്താ കടലാസ്? അപ്പൊ പൂതണക്ക് എന്ന് പറയുന്ന ഒരു മരമുണ്ട്. പൂതണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലൊന്നും ഇല്ല, അത് ഉത്തരേന്ത്യയിലേ ഉള്ളൂ. ആ സംസ്കൃതത്തിൽ അതിന് പറയും ഭൂർജവൃക്ഷം. ഭൂർജവൃക്ഷം പറഞ്ഞു അതിൻ്റെ തൊലി കിഴങ്ങിൻ്റെ തൊലി പോലെ പലയട്ടി പൊളിച്ചെടുക്കാം. എൻ്റെ തൊലി പൊളിച്ചെടുത്തോ, അതിലെഴുതിക്കോ, ഉണക്കി വെച്ചിട്ട് എഴുതിക്കോ. അപ്പോ കടലാസ് കിട്ടി ഭൂർജപത്രം, മഷി കിട്ടി കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്തത്, തൂലിക കിട്ടി പക്ഷി കൊടുത്ത തൂവല്. അടുത്ത ചോദ്യം എന്താ എഴുതണ്ടേ എന്നാണ്. ഇതിനെക്കുറിച്ച് ONV കുറുപ്പ് എഴുതിയ സ്നേഹാക്ഷരങ്ങൾ എന്ന കവിതകൾ കേൾക്കൂ. ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടു പോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടി അതിൻ കൈമണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തിതാ നീ എടുത്തുകൊള്ളുക.
പറയൂ ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. അത്തരത്തിൽ നമ്മുടെ മനസ്സിലുള്ള ആശയത്തിന്റെ, സൗന്ദര്യത്തിന്റെ, വികാരത്തിന്റെ, വേദനയുടെ, സന്തോഷത്തിന്റെ, അറിവുകളുടെ ലോകത്തെ ശബ്ദതരംഗങ്ങൾ കൊണ്ട് നശിച്ചു പോകാതിരിക്കാൻ ലിപികളാക്കിയിട്ട് എഴുതി വെച്ചിരിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്ന മഹത്തായിരിക്കുന്ന സർവകലാശാലയാണ് ഒരു ലൈബ്രറി. മനസ്സിലായോ? ഇതൊരു വെറും കുറെ പുസ്തകം അച്ചടിച്ചു കൊണ്ടുവച്ച സാധനമല്ല. അക്ഷരങ്ങൾ ഒരാളും കണ്ണുകൊണ്ട് കാണുകയോ കാതുകൊണ്ട് കേൾക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം മുളയരച്ച പൾപ്പും കാർബൺ മഷിയും മാത്രമാണ് പുസ്തകങ്ങൾ. എന്നാൽ ആ പുസ്തകങ്ങൾ ഹൃദയവും മനസ്സുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് ആ പേജുകൾ തുറന്നിട്ട് ആ അക്ഷരങ്ങളെ ആവാഹിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ മനസ്സിലുണ്ടാകുന്ന അനുരണനങ്ങൾ, അതിൻ്റെ പുഷ്പിക്കലാണ് പുസ്തകങ്ങളായി മാറുന്നത്. പുസ്തകവും മസ്തകവും തമ്മിൽ ബന്ധമുണ്ട്. പുസ്തകവും മസ്തകം പുഷ്പിക്കുന്നതാണ് പുസ്തകം. ആനയുടെ മസ്തകം ആനപ്പാപ്പാന് കയറിയിരിക്കാൻ സ്ഥലമുണ്ട്, അത്രയും വലുതാ. പക്ഷെ ആ മസ്തകത്തിൽ പുസ്തകം ചേർന്നിട്ടില്ല. അതുകൊണ്ട് ആനയും വളർന്നു, പുസ്തകം ചേർന്ന് മാതംഗശാസ്ത്രം എന്ന പുസ്തകം പഠിച്ച പാപ്പാനും വളർന്നു. അല്ലേ? ഒരാൾ വായിച്ചു വളർന്നു, ഒരാൾ വായിക്കാതെയും വളർന്നു. വായിച്ചു വളർന്ന പാപ്പാൻ ഈ വലിയ ആനയെ വളച്ചില്ലേ, വിളഞ്ഞ പുള്ളിയയില്ലേ. വായിച്ച വിളയും. വായിച്ചില്ലെങ്കിൽ മണങ്ങാന എന്ന് പറയുമ്പോൾ പാപ്പാന്റെ മുന്നിൽ ആന മണങ്ങുന്നില്ലേ? വെറും അതിന്റെ തുമ്പിക്ക് അതിന്റെ വലുപ്പമില്ലാത്ത ആ മനുഷ്യൻ പറയുമ്പോഴാണ് കുമ്പിട്ട് കൊടുക്കുന്നില്ലേ. വായിച്ചില്ലേ വളയും. പിടിയിട്ടിയോ? അതാ കുഞ്ഞുണ്ണി മാഷയുടെ വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ച വിളയും, വായിച്ചില്ലേ വളയും. പിടിയിട്ടിയോ അതിന്റെ അർത്ഥം? ആ അക്ഷരങ്ങൾ ചേരുമ്പോൾ നമ്മുടെ മസ്തകം പുഷ്പിക്കുന്നു, അപ്പൊ പുസ്തകമാകുന്നു. ആ പുസ്തകങ്ങൾ അലമാരകൾക്കുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുകയല്ല വേണ്ടത്. ഒരു വായനശാല നല്ല വായനശാലയാകുന്നത് ആ വായനശാല അലമാരിയിലെ പുസ്തകങ്ങളെല്ലാം വളരെ നീറ്റായി കിടക്കുമ്പോഴല്ല. അതിലെ പുസ്തകങ്ങളെല്ലാം തയമ്പ് പിടിക്കണം, വേർപ്പ് തട്ടി തയമ്പ് പിടിക്കണം. അതിൻ്റെ പേജുകൾ മടക്കിയിട്ട് മൂല കീറണം, അത് മുഷിയണം. പുസ്തകങ്ങൾ മുഷിഞ്ഞ വായനശാലയുള്ള നാട്ടിൽ ആ നാട് ശുദ്ധം വൃത്തിയുള്ളതാവും. മനസ്സിലായോ? അത്തരത്തിൽ അക്ഷരങ്ങൾ എഴുത്തുണ്ടായി. അങ്ങനെ അവൻ നട്ടു മുളച്ചു, പൂത്തു, കായ്ച്ചു, പറിച്ചെടുത്ത് പങ്കുവെച്ച് കഴിച്ചു. പങ്കുവെച്ചപ്പോഴാ സ്നേഹമുണ്ടായത്. ബാക്കിയുള്ളത് അവൻ സൂക്ഷിച്ചു വെച്ചു. വയറു നിറച്ച് ബാക്കിയുള്ളത് ഉണക്കി വെച്ചു, ഉപ്പിലിട്ട് വെച്ചു, അച്ചാറിട്ട് വെച്ചു, ആവശ്യക്കാർക്ക് കൊടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് വെള്ളരിക്കയുണ്ട് പക്ഷേ വഴുതനയില്ല, അവൻ്റെ അടുത്ത് വഴുതനയുണ്ട് പക്ഷെ വെള്ളരിക്കയില്ല. അപ്പം ഞാൻ വെള്ളരിക്ക കൊടുത്ത് അവൻ്റെ വഴുതിനെ വാങ്ങി. ബാർട്ടർ സിസ്റ്റം ഉണ്ടായി. പിന്നീട് എപ്പോഴും ഞാൻ കൊടുക്കുമ്പോൾ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ഇല്ലാതിരിക്കുമ്പോൾ അതിനൊന്നും ഒരു അടയാളം വേണ്ടേ? ഞാനിങ്ങനെ തന്നു പിന്നിയപ്പെങ്കിലും വാങ്ങാൻ. അതിന് അവനൊരു കാര്യം ചെയ്തു. അവനൊരു കല്ല് പാറയമേൽ ഉരച്ച് വട്ടത്തിൽ ഉരുട്ടിയിട്ട് ഒരു വെള്ളരിക്കൊക്കെ ഒരു കല്ല് കൊടുത്തു. ഇതിന് പകരം ആ ഉരുട്ടി വെച്ച കല്ല്, ആ കല്ല പിന്നീട് ലോഹത്തിന്റെ നാണയമായിട്ടും പിന്നീട് കടലാസിലെ കറൻസി ആയിട്ടും മാറിയത്. ഇങ്ങനെയാ മനുഷ്യനുണ്ടായത്. മനുഷ്യനുണ്ടാവാൻ 5 ഘടകങ്ങളുണ്ട്. ഈ 5 ഘടകങ്ങൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ മനുഷ്യത്വം ഉണ്ടാവും. എന്താണ് 5 ഘടകങ്ങൾ? ഒന്നാമത്തെ ഘടകം ചിന്തയാണ്. കുരുവിൻ്റെ അകത്ത് മരം ഉണ്ടാവുന്നുള്ള ചിന്ത. ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധിയുണ്ടില്ലേ? അവരെല്ലാം A+ അല്ലേ? പക്ഷെ ആ A+ വർദ്ധിക്കും തോറും ലഹരിയും വർദ്ധിക്കുന്നത് എന്തേ? ലഹളയും വർദ്ധിക്കുന്നത് എന്തേ? മനുഷ്യത്വം തളരുന്നത് എന്തേ? പഠിപ്പിക്കുന്ന പാഠത്തിന്റെ കുഴപ്പമോ മാഷന്മാരുടെ കുഴപ്പമോ ഒന്നുമല്ല. വിഷയം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ ഇതിനെ സമീപിക്കണം.
അവൻ പ്ലസിന്റെ അർത്ഥം നമ്മൾ ഇതുവരെ ഒരു മാഷും ടീച്ചറും കുട്ടിയും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, രക്ഷിതാക്കളും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്താ ഈ പ്ലസ്? പ്ലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഇങ്ങനെയുള്ള വര അല്ലേ? ഈ വര വെറും തമാശക്കുള്ള വരയല്ല, അത് പരന്ന വായനയുടെ എക്സ് ആക്സിസ് ആണ്. ഇങ്ങനെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള വരക്ക് എക്സ്, ഇങ്ങനെയുള്ള വരക്ക് വൈ എന്ന് പറയും, ഇങ്ങനെ അങ്ങോട്ടുള്ള വരക്ക് സെഡ് എന്ന് പറയും. അറിയാം, മനസ്സിലായോ? ഇങ്ങനെയുള്ള വര എക്സ് ആക്സിസാ പരന്ന വായന. പക്ഷെ പരന്ന വായന മാത്രം കൊണ്ട് കാര്യമില്ല. ഇങ്ങനെ മാത്രം വരച്ചാൽ പ്ലസ് ആവില്ല, മൈനസ് അല്ലേ? ഇങ്ങനെ വരച്ചാൽ മൈനസ് അല്ലേ? കിഴിക്കണമെന്നാ. ആഴത്തിലുള്ള ചിന്തകൾ കൊണ്ട് അതിനെ ക്രോസ് ചെയ്യുമ്പോഴേ പ്ലസ് ആവൂ. ചിന്ത വേണം, ചിന്തയാണ് പ്രധാനം. ഞാനിപ്പോ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ്, പക്ഷെ നിങ്ങൾ പ്രതികരിക്കുമെന്ന് അറിയാനാ ചോദിക്കുന്നത്. ചോദിച്ച ഉടനെ ഉത്തരം പറയണം കേട്ടോ. എല്ലാവർക്കും അറിയും, ആരുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ചോദ്യം ഇതാണ്: തേനുണ്ടാക്കുന്ന ആരാ? പറ. തേനീച്ച. എല്ലാരും പറഞ്ഞല്ലോ, ഉത്തരം തെറ്റാണ്. തേനീച്ച ഇതുവരെ ഒരു തുള്ളി തേനുണ്ടാക്കിയില്ല. ആരാ? പൂവ്. ഇപ്പൊ പ്ലസ് ആയി കണ്ടോ? ചിന്തിച്ചപ്പോ പ്ലസ് ആയില്ലേ? നേരത്തെ ചിന്തിക്കാതെ എല്ലാരും പറഞ്ഞല്ലേ ഇങ്ങനെയായിരുന്നു. രണ്ടാമത് ചോദിച്ചപ്പോ ചിന്തിച്ചു, അപ്പൊ പ്ലസ് ആയി. പൂക്കൾക്കേ തേനുണ്ടാക്കാൻ പറ്റൂ. തേനീച്ച പൂവിൽ നിന്നെടുത്തിട പലയപ്പോ കൊണ്ടേക്കുന്നേ ഉള്ളൂ. പക്ഷേ പൂവായ പൂവിലെല്ലാം തേനുണ്ടായിട്ടും അതെല്ലാം തേനീച്ച കുടിക്കുന്നില്ലല്ലോ. ആ പൂക്കളെല്ലാം മണ്ണിൽ വീണിട്ടും മണ്ണിൽ തൂവിപ്പോകുന്നു ഈ തേനെല്ലാം. കോടാനുകോടി വർഷങ്ങളായി, 3 കോടി വർഷങ്ങളായി പൂവിലെ തേന് മണ്ണിൽ വീഴുന്നു. എന്നിട്ട് എന്താ മണ്ണിന് മധുരമില്ലാത്ത? ഏതൊരു ഭക്ഷ്യപദാർത്ഥം പോലെയും തേനും 2 ദിവസം കൊണ്ട് കെട്ടുപോകുന്ന സാധന. അതുകൊണ്ടാ മണ്ണിന് മധുരമില്ലാത്ത, കെട്ടുപോകും തേന്. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നില്ലേ, നമ്മളെ വീട്ടിലെ തേൻ അങ്ങനെ കെട്ടുപോക്കില്ലല്ലോ, ഒരുപാട് കാലം നിൽക്കലില്ലേ, ഔഷധ ഗുണമില്ലേ? അവിടെയാണ് തേനീച്ച ആ തേന് കുടിച്ച് തേനെടുത്ത് അതപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ 2 ദിവസം കൊണ്ട് കെട്ടുപോയിരുന്നു. തേനീച്ച അത് കുടിച്ച് സ്വന്തം എൻസൈം ചേർത്ത് ദഹിപ്പിച്ച് സ്വന്തം തേനാക്കി തേൻവലിയിൽ കൊണ്ടുപോയി വെക്കുന്നു, സ്വന്തം ബുദ്ധി ചാലിച്ച് ചേർക്കുന്നു. അപ്പോഴാണ് അത് അതിന് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഔഷധമാകുന്നത്. ആരാ തേനീച്ച എന്നറിയാവോ? നമ്മുടെ മക്കളാ. പാഠപുസ്തകങ്ങളാണ് പൂക്കള്, അറിവാണ് തേന്. ഈ അറിവ് കുടിച്ചിട്ട് അതെടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയി വെച്ചുകൊണ്ട് കാര്യമില്ല. അത് അവന്റെ യുക്തിബോധവും അവന്റെ വികാരവും അവന്റെ ചരിത്രബോധവും അവന്റെ ചിന്തയും ചാലിച്ചു ചേർത്തിട്ട് ആ അറിവ് അവന്റെ സ്വന്തം അറിവാക്കി മാറ്റിയിട്ട് കൊണ്ടുപോയി വെക്കണം ഇവിടെ. അപ്പോ അതാണ് ഔഷധ ഗുണമുള്ളതാവുന്നത്. സ്വന്തമാം ബുദ്ധിയില്ലാത്തോൻ അന്തമന്യേ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയാ കൈലി കറി സ്വാദ് കണക്കിനെ. സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചിട്ടും ശാസ്ത്രീയമായ അർത്ഥമറിയില്ല. സാമ്പാറും പച്ചടിയും ഓലനും ചിക്കനും മട്ടനും എല്ലാം വിളമ്പുന്ന കയ്യിലില്ലേ, തവിയില്ലേ, സ്പൂണില്ലേ, ഇതുവരെ ഒരു കറീന്റെ ടേസ്റ്റും അതിന് മനസ്സിലായിരുന്നോ? കയ്യിലിന് ഇല്ല. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും സോഷ്യൽ സയൻസും മുക്കുക, ഉത്തര പേപ്പർ വിളമ്പുക, ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാകണ്ടേ ഇവന്? സഹനാവതു പോരാ, സഹനവും ഭുനക്തു വേണം. ഒരു മന്ത്രമില്ലേ, സഹനാവതു, ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന. എന്നിട്ട് സഹനവും ഭുനക്കും അത് ചർച്ച ചെയ്ത് ഭുജിക്ക്. വായനശാലകളിൽ ഒരു പുതിയ അറിവ് വന്നാൽ വായിച്ചവര് ഒരു 4-5 ആളോട് ഇതാ ഇങ്ങനെ ഒരു വിവരമുണ്ട് കേട്ടോ, ഒരു പുതിയ വിവരമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. അറിവിന്റെ പ്രശ്നം അത് ആരോടും പറഞ്ഞാലേ സമാധാനവും. വെളിച്ചത്തിന്റെ പ്രശ്നമാണത്. വെളിച്ചം, നിങ്ങളെ വീട്ടിന്റെ വരാന്തയിൽ ഒരു ബൾബ് ഇട്ടിട്ട് പറയാ ബൾബിനോട് ഈ മതിൽ വരെ എന്റെ സ്ഥലമുള്ളൂ, അതിന്റെ അപ്പുറം വെളിച്ചം പോകണ്ട, അവരുമായിട്ട് ഞാൻ വലിയ ലോകിയൊന്നുമില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ വെളിച്ചം പോകാണ്ടിരിക്കുവോ? വെളിച്ചത്തിന് തീവ്രതയുള്ളിടത്തോളം അത് പോകും. അതുപോലെയാണ് അറിവ്. നമ്മളെ മനസ്സിൽ എന്തും കിട്ടിയാൽ ആരോടൊന്നും പറഞ്ഞാലേ സമാധാനവും അല്ലേ? അതാണ് രഹസ്യങ്ങൾ ആരോടും പറയാണ്ടിരിക്കാനുള്ളതല്ല. രഹസ്യം എന്ന് പറഞ്ഞാൽ അതേപോലെ രഹസ്യമായിട്ട് പറയും പോലെ ആരോടെങ്കിലും പറയണോ, എന്നാലേ സമാധാനവും. രസതന്ത്രം എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഒരു സിനിമയിൽ മോഹൻലാലിന്റെ വീട്ടിൽ പണിയെടുക്കുന്ന ചെക്കനാണല്ല പെണ്ണാന്നുള്ള വിവരം ഇന്നസെന്റ് അറിഞ്ഞിട്ട് ആ കാര്യം ഭാര്യയോടെങ്കും പറഞ്ഞിട്ടുണ്ട്, ഇന്നെ കൊന്നാളി ഞാൻ എന്ന് മോഹൻലാൽ ഭീഷണിപ്പെടുത്തി.
എന്നിട്ട് രാത്രി ഇത് ഭാര്യയോട് രഹസ്യം പറയാൻ പറ്റായിട്ട് ഇയാൾ ശ്വാസം മുട്ടി കളിക്കുന്നാട്ടിനാ. അത് ഇന്നസെന്റിന്റെ കുഴപ്പമല്ല, അറിവിന്റെ പ്രശ്നം. ആരോടും പറയണം, അറിവ് ആരോടും പറയണം. തുള്ളണം, അങ്ങോട്ട് തുള്ളണം. അഗ്നിദേവനെ പോലെ. അഗ്നിദേവൻ ഒന്ന് കത്തിക്കും. പണ്ടല്ലോ ഈ ഓലച്ചൂട്ട് കത്തിക്കുമല്ലോ, വീട്ടിലെ വിളക്കുന്ന ഓലച്ചൂട്ട് കത്തിച്ചാല് ആ കത്തിച്ചു കഴിഞ്ഞാല് ഉടൻ തന്നെ വീട്ടിലെ വിളക്ക് ഊതി കെടുത്തിയിട്ട് ഈ ഓലച്ചൂട്ടും വന്ന് തിരിച്ച് അങ്ങോട്ട് കത്തിക്കുമോ? എന്തിനാണെന്നറിയോ? കിട്ടിയ ചാൻസിന് അഗ്നിദേവൻ തുള്ളുന്ന. അപ്പൊ വീട്ടിലെ അഗ്നിദേവൻ ഈ വിളക്കും വന്ന് ചൂട്ടയിലേക്ക് തുള്ളും. അപ്പൊ എടുത്ത അഗ്നിദേവൻ അയാളുടെ കൂടെ പോയി കളയാൻ വേണ്ടി തിരിച്ചിങ്ങോട്ട് തുള്ളിക്കാനാണ് ഇത് കെടുത്തിയിട്ട് ഇങ്ങോട്ട് കത്തിക്കുന്നത്. മനസ്സിലായോ? അതാണ് അങ്ങനെ ഒരു ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്. അതുപോലെ നമ്മുടെ അറിവിനെ പങ്കുവെക്കണം, സഹനവും ഒരുമിച്ച് പങ്കുവെക്കണം. അത്തരത്തിൽ അറിവിനെ ഭുജിക്കണം. അറിവ് സ്വന്തം അറിവാക്കി മാറ്റണം. അതിന് ചിന്ത വേണം. പിടികിട്ടിയോ? ചിന്ത, ആഴത്തിലുള്ള ചിന്ത വേണം. പരന്ന വായന, ആഴത്തിലുള്ള ചിന്ത, ഇതാണ് പ്ലസ്. പിടികിട്ടിയോ? പിടികിട്ടിയില്ലേ? അപ്പോ ചിന്ത. രണ്ടാമത്തത് ആശയവിനിമയം. പറയണം, കേൾക്കണം, മിണ്ടണം. ഞാൻ ഈ പരിപാടികളെല്ലാം പോയാൽ ഈ മൈക്കിന്റെ ആളോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഡാൻസ് കഴിഞ്ഞ് അടുത്ത ഡാൻസിന് ഒരു ഇടവേള ഉണ്ടാവുമല്ലോ, ഇത് ആളെ കയറാൻ. ആ ഇടവേളയിൽ ഇവര് പാട്ട് വെക്കും. ഇല്ലൂമിനാട്ടി ഇല്ലൂമിനാട്ടി, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലൂമിനാട്ടി. ദയവ് ചെയ്തിട്ട് ഒരു പരിപാടി നടക്കുമ്പോൾ ഇടവേളകൾ കൊടുക്കണം ജനങ്ങൾക്ക്. ഈ അട്ടഹാസം വലിയ ടെറിബിൾ ശബ്ദത്തിലുള്ള പാട്ട് കൊണ്ട് ആളുകൾ തമ്മാവിൽ മിണ്ടാൻ പറയുക. കല്യാണ വീട്ടിൽ പോയാൽ പോലും തമ്മാവിൽ വർത്താനം പറയാൻ പറ്റൂല. പറയണമെങ്കിൽ ഇതിനെ മറികടന്ന് പറയണ്ടേ, അതുകൊണ്ട് മെനക്കെടൂല. പറയുന്നത് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് വർത്തമാനം പറയണം നമ്മൾ, അടുത്തിരിക്കുന്ന ആള്. ഇവിടെ ഇപ്പൊ ഞാനിവിടെ വരുന്നവരെ ഒരു അരമണിക്കൂർ കൂടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടേക്കോ, വീട്ടിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടേക്കോ? എന്തിനേക്ക് പോകുന്നു? ഒന്ന് അപ്പുറം ഇപ്പുറം ഇടവലയിൽ തിരിഞ്ഞിട്ട് അല്ലടൂ. നാരായണീടത്തി നിന്റെ മോള് അത്തോളി കൊണ്ടുപോയോള് വിഷുവിനും വന്നിട്ടൊന്നുമില്ല. അപ്പൊ ഓക്ക് വിശേഷമൊന്നും ആയിട്ടില്ലേ? ഇന്നെല്ലാം ചോദിക്കുന്നില്ല, പിന്നെ എന്തിനേക്ക് പോയിരുന്നെന്ന് ചോദിക്കണം. അപ്പുറം ഇപ്പുറവും ചോദിക്കണം. ആശയവിനിമയമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഇന്ന് നമ്മുടെ സംസ്കാരം തകരുന്നത് ആശയവിനിമയം ഡിജിറ്റലാവുകയാണ്. ജൈവിക ആശയവിനിമയം ഇല്ല, എല്ലാം ഡിജിറ്റലാ. കഴിഞ്ഞ ദിവസം +1 ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്ത കേസ് അന്വേഷിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ആ കുട്ടിയുടെ മൊബൈൽ ഫോണിലെ വാട്സപ്പിലെ തലേ ദിവസത്തെ ചാറ്റ് എന്നെ കാണിച്ചു തന്നു. അവസ്ഥ എന്താ ചാറ്റ് എന്നറിയാം? അമ്മയും മോനും തമ്മിൽ ആ ചാറ്റ്. അമ്മ താഴെ മോമേലെ. അപ്പൊ അമ്മ വാട്സപ്പിൽ ചോറായിന്. അപ്പൊ മോൻ എന്നാ കൂട്ടാൻ. ഉച്ചക്കത്തെ സാമ്പാർ. അപ്പൊ ഇവൻ എനിക്ക് വേണ്ട. അപ്പൊ ഉച്ചക്കത്തെ മീനുണ്ട്, ചൂടാക്കി വെക്ക. അപ്പൊ ഇവൻ ആ കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കിടക്കട്ടെ കിടന്നു. രാവിലേക്ക് ഇവൻ തൂങ്ങി മരിച്ചു. എന്തിന്? ഈ ചാറ്റ് കൊണ്ടല്ല. ഇവൻ ആ വീട്ടിലുള്ള പിന്നെ കണക്കിടപാടുകളെല്ലാം ഓൺലൈനായി ചെയ്യുന്ന ആളിവനാ. അതുകൊണ്ട് പാസ്വേഡ് അറിയുന്നു. ആ പാസ്വേഡ് വെച്ചിട്ട് അച്ഛൻ്റെ അക്കൗണ്ടിൽ എടുത്തിട്ട് പൈസ കൊണ്ട് രാത്രി ഗെയിം കളിച്ച് തോറ്റ് കംപ്ലീറ്റ് അച്ഛൻ്റെ പൈസ തീർന്നു പോയി. അച്ഛനോട് എന്താ പറയാന്നറിയാതെ ആത്മഹത്യ ചെയ്തു. മനസ്സിലായോ? അത് കളിക്കാൻ പോകുന്നതിന് ആ ആവേശം ഉണ്ടാക്കുന്നതിനിടയിൽ ഈ അമ്മ പോയിട്ടെടാ ചോറായിനടാ മോനെ, തിന്നാനായിട്ടില്ലേ എന്ന് ചോറ് പറയുന്നില്ല. പിന്നെ എന്താ കൊമ്മ അത്? എന്നാമേ കൂട്ടാൻ വെച്ചിരുന്നു ഓൻ ഇങ്ങോട്ട് പറയണ്ടേ? ഇതൊന്നും ഇല്ലാതെ ഡിജിറ്റലല്ല. ഏത് ഡിജിറ്റലായാലും മനുഷ്യൻ ജൈവിക ജീവിയാ. കുട്ടികളോട് പറയണം, കമ്പ്യൂട്ടറിന്റെ മുമ്പ് പോയിട്ട് www.com MD നടിച്ച മസാല ദോശ ഡൗൺലോഡായി കിട്ടൂല. അതിൽ മണ്ണിൽ കൃഷി ചെയ്താലേ ഭക്ഷണം കിട്ടൂ. ദോശക്ക് പകരം CD തിന്നാൻ പറ്റുമോ? കമ്പ്യൂട്ടറിന്റെ CD തിന്നാൻ പറ്റൂല. ആശയവിനിമയം ജൈവികമാവണം. പറയണം, കേൾക്കണം. ആ ആശയവിനിമയത്തിലൂടെ വർത്തമാനത്തിനൊരു വൈകാരികതയുണ്ട് ഇല്ലേ? വാക്കുകൾക്ക്, അക്ഷരങ്ങൾക്ക് വൈകാരികം കിട്ടൂല. രാവിലെ എന്ന് എഴുതിയാൽ 6 മണിക്കും 8 മണിക്കും 10 മണിക്കും രാവിലെയല്ലേ?
രാവിലെ എന്ന് പറഞ്ഞാലോ 6 മണിക്ക് മുമ്പല്ലേ? രാവിലെ എഴുതാനാവോ? ഞാനൊരു സ്കൂളിൽ പോയിട്ട് ചോദിച്ചു, രാവിലെ എഴുതാനാവോ? ഇപ്പൊ ഒരു കുട്ടി നോട്ട് ബുക്ക് കൊണ്ട് എണീറ്റ് എന്നിട്ട് പറയാം, സാറേ രാവിലെ എഴുതിയിട്ട് കടലാസ് കയറിപ്പോയി, അമർത്തി എഴുതിയോ? ശബ്ദം മാറുമ്പോ അർത്ഥം മാറൂലേ? അർത്ഥം മാറൂലേ? ഇപ്പൊ പോയാല് എറണാകുളം ഇന്റർസിറ്റി കിട്ടുമോ? ആ പീഡിയക്കാരൻ പറഞ്ഞു കിട്ടും. ഇപ്പൊ ഓട്ടോറിക്ഷക്കാരൻ പറയാം കിട്ടും. രണ്ടാളും കിട്ടും എന്നല്ലേ പറഞ്ഞു. പക്ഷെ ഓട്ടോറിക്ഷക്കാരൻ കിട്ടൂല എന്നല്ലേ ഉദ്ദേശിച്ച്. എങ്ങനെയാ മാറിയേ? കിട്ടും, ശബ്ദം മാറും അല്ലേ? അതാണ്